ഇന്നത്തെ കാലത്ത് ഒരു ചെറിയ വേദന, അത് ശാരീരികമായാലും മാനസികമായാലും, അതിനെ ഒന്ന് നേരിടാൻ തയ്യാറാവാണ്ട് സ്വന്തം ജീവിതം പാതി വഴി വെച്ച് ഉപേക്ഷിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും. അങ്ങനെയുള്ള ഈ കാലത്ത് സ്വന്തം ശരീരവും ആരോഗ്യവും എല്ലാം തന്നെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയിട്ടും അതിനെയെല്ലാം ഒരു ചെറു പുഞ്ചിരിയോടെ നേരിട്ട ഒരു വ്യക്തിയായിരുന്നു ഹെൽന. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഹെൽനയുടെ പേരൻസ് ആണ്, റെജി അങ്കിളും ജെസി ആൻറ്റിയും. ആൻറ്റി, ഇപ്പം ഹെൽന എന്ന് പറയുന്നത് വളരെ ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. നാഷണൽ വോളിബോൾ ടീമിൽ ഒരു സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്ന, എല്ലാ കാര്യത്തിനും ഭയങ്കര ആക്റ്റീവും ടാലൻറ്റഡും ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. അപ്പം ഹെൽനയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സിലോട്ട് ഓടി വരുന്ന ഓർമ്മ എന്താണ്? എന്നുവെച്ചാൽ നമ്മൾ RCC വന്നു കഴിഞ്ഞാൽ പിന്നെ എത്ര വേദനയാണെങ്കിൽ പോലും ഒരു ചിരിച്ചുകൊണ്ട് തന്നെ, ആരോടും ഒരു ദേഷ്യമോ അങ്ങനെ ഒരു ഇതൊന്നുമില്ല. നമ്മളോടാണെങ്കിലും എനിക്ക് ഇത്ര വേദന, അല്ലെങ്കിൽ ഇന്നത് പോരാ, ഇന്നത് പോലെ നോക്കിയാൽ പോരാ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് കൊടുത്തത് മതിയായില്ല, അങ്ങനെ ഒരു പരാതിയൊന്നുമില്ലായിരുന്നു. ഇപ്പം നമുക്കാണെങ്കിലും ഇന്നതുപോലെ അസുഖം മാറിയാലും ഇന്നതുപോലെ ചെയ്യണം, അല്ലെങ്കിൽ മാറിയില്ലെങ്കിൽ പോലും നമ്മൾ ഇന്നതുപോലെ ചെയ്യണം, മുന്നോട്ട് ഇന്നതുപോലെ എല്ലാവരെയും കെയർ ചെയ്ത്, ഫ്രണ്ട്സ് അതേപോലെ അവളേതായ കുറച്ച് ആൾക്കാരുണ്ട്, അങ്ങനെയുള്ള ആൾക്കാരോട് ഇപ്പം കെയർ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ഇതായിരുന്നു. പിന്നെ അവക്കടെ മുമ്പ് ഈ വേദന വരുമ്പോൾ തന്നെ അവർക്ക് നമുക്കൊരു വിഷമം വരില്ലേ, അത് അവരുടെ അവളെ മുമ്പിൽ കാണാൻ പാടില്ല. നമുക്കൊരു രോഗിയുടെ അടുത്ത് പോകുമ്പോൾ നമുക്കൊരു വിഷമം വരും, നമ്മളെപ്പോഴും ചിരിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഗൗരവത്തിൽ നിൽക്കാവുള്ളൂ. നമ്മൾക്ക് ഒരു തകർന്ന മനത്തോടെ നിൽക്കാൻ പാടില്ല. അത് നമുക്ക് ഭയങ്കര ഫീലിങ്ങാണ്, ഇഷ്ടമല്ല. പണ്ട് മുതലേ രോഗം ഒരു സാധാരണയാണ്, അത് കുഴപ്പമില്ല എന്ന് പറയും. അല്ല, സില്ലിയായിട്ട് കാണുക പുള്ളി മോള് എന്ത് വന്നാലും. എന്ത് സഹിക്കാനുള്ളൊരു കഴിവ് ലാസ്റ്റ് സമയമൊക്കെ ആയപ്പോഴത്തേക്കും, അത് എനിക്ക് തോന്നുന്നു നമ്മൾ അവിടെ വന്നിട്ടുള്ള ആ ഒരു കേരള വന്നേ പിന്നെയുള്ള ആ ഒരു എല്ലാവരെയും കണ്ടും എല്ലാവരോടും ചിരിച്ചും, മോഹനച്ചൻ്റെ ആ ഒരു, പിന്നെ ചാച്ചൻ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. എല്ലാവരും ഉണ്ട്, എന്നാലും ചാച്ചൻ എപ്പോഴും എന്താ പറയുക, മാനസികമായിട്ട് അവിടെ നമ്മുടെ എവിടെയും ലൂർദിലുണ്ടായിരുന്നതാ, കിച്ചണിലുണ്ടായിരുന്നതാ ചാച്ചൻ. എല്ലാവരും ചാച്ചൻ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ആ വന്ന ടൈമിലൊക്കെ നമുക്ക് ഒത്തിരി വേദനയായിരുന്നു. അന്നേരം ചാച്ചൻ അടുത്ത് വന്നിരുന്ന് അങ്ങനെയല്ല ഇങ്ങനെയാണ് അങ്ങനെ പറഞ്ഞ് മനസ്സിനെ അങ്ങോട്ടൊരു ചാച്ചന് നമ്മളെ എല്ലാം കൊണ്ടും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു എല്ലാം കൊണ്ടും. അപ്പം അവരുടെ സപ്പോർട്ടാണ് നമുക്കും നല്ലൊരു ഒരു ധൈര്യം കിട്ടി, കൊച്ചിനും കിട്ടി. തെരേസമ്മ, കരുണാമ്മ, പിന്നെ മൂളിയാൻറ്റി, മൂളിയാൻറ്റീനെ അറിയത്തില്ല, എല്ലാവരും നല്ല ആക്റ്റീവായിരുന്നു, എല്ലാവരും നല്ല സഹകരണം, സുനി ചേട്ടായി, എല്ലാവരും ബ്രദറ് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നവരുന്നില്ല, ചാച്ചനുമായിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ അടുപ്പം. ഹെൽനയ്ക്ക് ഇത് ആദ്യമായിട്ട് എങ്ങനെയാ വരുന്നത് അറിഞ്ഞതൊക്കെ? നമുക്ക് 2017 ഒരു ഓവറിയിലൊരു സിസ്റ്റ് വന്നതാണ്. അന്നിങ്ങനെ ഇവർ ടെസ്റ്റ് ചെയ്തൊന്നും നോക്കിയൊന്നുമില്ലായിരുന്നു ക്യാൻസർ ആണോ എന്നുള്ളത്. ഓവറിൽ സിസ്റ്റ് വന്ന് നമ്മൾ ഡോക്ടറെ കാണിച്ചു, അവർ സർജറി ചെയ്യുമെന്ന് പറഞ്ഞു. നമ്മൾ സർജറി ചെയ്തു. നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചത് എറണാകുളത്തുകൊണ്ടായിട്ട്. അന്നേരം പന്ത് കളിക്കുമ്പോൾ യൂറിൻ പോകും പോലെ തോന്നിയിട്ടാണ് ഡോക്ടറെ കാണിച്ചത്. അങ്ങനെ ഒരു നാണക്കേട് എന്നുള്ള ഒരു അതേപോലെ അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടാണ് കാണിച്ചപ്പോൾ വലിയ സിസ്റ്റായിട്ടുണ്ട്, 12 സെൻറ്റിമീറ്ററോളം ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കാണിച്ചാൽ അത് സർജറി ചെയ്തു ഒഴിവാക്കി. എറണാകുളത്ത് അവർ കീഹോൾ സർജറി ചെയ്തേ. അതിൻ്റെ റിസൾട്ട് വന്നപ്പോഴാണ് ഇതാന്നുള്ളത് അവർ പറഞ്ഞത്. ഇപ്പം നമ്മൾ ഓരോന്നും ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന പോലെ അന്ന് അവർ നോക്കിയില്ലായിരുന്നു. നമുക്കും അത്ര ആ ഒരു ഇത് അറിയാത്തതുകൊണ്ട് കീഹോൾ ചെയ്തു. പിന്നെ അതിലത്ര വലിയൊരു ക്യാൻസർ എന്ന് പറയുന്നത് അങ്ങനെ ആ ഒരു ഇതായിട്ടില്ല. എന്നാലും അതിൽ കോശങ്ങളുള്ളത് കൊണ്ട് കീഹോൾ ചെയ്തത് കൊണ്ട് ഒരു അബദ്ധമായിപ്പോയി എന്ന് മാത്രമേ ഡോക്ടർ പറഞ്ഞു. അന്ന് കീമോയൊന്നും ചെയ്തില്ലായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ വന്നതായതുകൊണ്ട് ഹോമിയോ മരുന്ന് കൊടുത്തിരുന്നു പാലക്കാട് നിന്ന്. അത് 2 വർഷം സ്ഥിരമായിട്ട് മുടങ്ങാതെ കുടിച്ചു. അന്നേരം പിന്നെ നമ്മളത് കഴിഞ്ഞ് ഓങ്കോളജീൻ്റെ ഡോക്ടറെ കാണിച്ചപ്പോൾ സ്കാനിങ് ചെയ്ത് നോക്കിയപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, ഇനി പേടിക്കുന്നു, അങ്ങനെ ഇതായി ചിലപ്പോൾ റിക്കവറായി വന്നോളൂ എന്ന് പറഞ്ഞു. അത് പിന്നെ 4.5 വർഷം കഴിഞ്ഞപ്പോഴാണ് രണ്ടാമതൊരു ചെറിയൊരു ഇതുപോലെ സിസ്റ്റ് പോലെ കണ്ടത്. വീണ്ടും അത് കണ്ടപ്പോൾ സർജറി ചെയ്താൽ മതി, കുഴപ്പമില്ല എന്ന് അവർ പറഞ്ഞു. സർജറി ചെയ്ത് റിസൾട്ട് വന്ന് പിന്നെ ക്ലാസ്സിൽ പോയി. കഴിഞ്ഞ് പിന്നെ രണ്ടാമത് 3 മാസം കഴിയുമ്പോൾ ചെക്കപ്പിന് പോയപ്പോൾ പിന്നെ അതേപോലെ തന്നെ സിസ്റ്റ്. അന്നേരം പിന്നെ അവർ കീമോ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കീമോ തുടങ്ങി.
ഇപ്പം RCCയിലോട്ട് എങ്ങനെയായിരുന്നു വന്നത്? ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് റെഫർ ചെയ്യുമായിരുന്നു അതോ? റെഫർ ചെയ്തല്ല, നമുക്ക് പനി വന്നാലും മാറുന്നില്ല. പനിയാകുന്നില്ല. ഗുളി കഴിച്ചാൽ അപ്പൊ കുറയും, പിന്നെ പൊള്ളി പനി തന്നെ. എവിടെ പിന്നെ കൊണ്ടുപോയി ഞങ്ങൾ കോഴിക്കോട് അടുത്തിടുന്ന. അപ്പൊ എന്താ RCCയിൽ ഈ ഇതിന്റെ മെയിൻ ഹോസ്പിറ്റലാണല്ലോ. അപ്പൊ കൊച്ചിന് ഈ പനി മാറിയിട്ട് കൊണ്ടുപോകണം നോക്കുമ്പോൾ കൊച്ചിന് ഈ ട്രെയിനിൽ 10-15 മണിക്കൂർ യാത്ര ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് ലക്ഷം കുറഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് കൊണ്ടുപോയതാ. ഇവിടെ കാണിച്ചിട്ട് ലാസ്റ്റ് ഇപ്പം എന്താ ഇതിന്റെ സ്ഥലം മെയിൻ സ്ഥലമാണല്ലോ അവിടെ. അങ്ങനെയാണ് ഞങ്ങൾ അങ്ങോട്ട്. പിന്നെ ഇവിടെ ഒരു ചേട്ടനുണ്ടായിരുന്നു, നമ്മളൊരു ചേച്ചി ഈ ദിവസം ഇല്ലാത്ത ആ ചേച്ചി അവിടെയുണ്ട്. എവിടെ ഈ നമ്മൾ ലൂർദി കിടക്കണ്ടായിരുന്നു. അവർ യാസിനെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പം അവർ പറഞ്ഞു അവിടെ ഈ ലൂർദ് നമുക്ക് സ്ഥലവും താമസ സൗകര്യമൊക്കെ അവിടെ ഞങ്ങൾ ഏൽപ്പിച്ചാൽ നോക്കി തരാം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സെറ്റിൽ ചെയ്തു തന്നവർ. അപ്പം അങ്ങനെ നേരെ ഞങ്ങൾ ആ ചേച്ചി മരിച്ചു പോയിട്ടോ. മരിച്ചു ഓരോല്ലായോ ആ ചേച്ചിൻ്റെ ചേട്ടൻ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ നേരെ അങ്ങോട്ട് പോയതാണ്. അങ്ങനെയാണ് ഞങ്ങൾ ലൂർദായിട്ടും എല്ലാവരും നല്ല ബന്ധവും. എല്ലാ കാര്യത്തിലും വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു അല്ലേ? വളരെ ടാലന്റഡ് ആയിരുന്നു. നാഷണൽ വോളിബോൾ ടീമിൽ വരെ സെലക്ഷനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഹെൽനയെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്കിനും ആദ്യം മനസ്സിലോട്ട് ഓടി വരുന്ന കുറെ നല്ല നല്ല മൊമെന്റ്സ് ഉണ്ടായിരിക്കുമല്ലോ, നിങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഷെയർ ചെയ്തിട്ടുള്ള മൊമെന്റ്സും അങ്ങനെ പലതും. അപ്പം അത് ഞങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കാവോ? അതിപ്പം ഏറ്റതായിട്ടുള്ള ഈ ബുള്ളറ്റ്. അന്നേരം അതിലിപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇവർ പന്ത് കളിച്ച് കഴിയുമ്പോൾ പിള്ളേരെല്ലാവരും കൂടെ പോയിട്ട് ഇതേപോലെ ഹോസ്റ്റലിൻ്റെ ബാക്കിൽ ചേട്ടൻ കൊണ്ട് ബുള്ളറ്റ് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ബുള്ളറ്റിൽ ഇവർ കയറി ഇരിക്കണു, ഫോട്ടോ എടുക്കണു, ഈ ചേട്ടനെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കണു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ട് ഇവർ ഈ ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങുന്നില്ല. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഈ ചേട്ടൻ വന്നിട്ട് ഇത് എൻ്റെ വണ്ടിയായിരുന്നു, ഒന്ന് മാറി തന്ന ഉപകാരം. അതിവിടെ പിള്ളേരെല്ലാവരും ഇവിടെ വന്നിരുന്ന് പറഞ്ഞ് ഞങ്ങൾ കുറേ ചിരിക്കും. പിന്നെ ആ ചേട്ടൻ, ഞാൻ വർക്ക് ചെയ്യുന്നൊരു ഷോപ്പിലാണ്, അന്നേരം അവിടെ വന്നിട്ട് പറഞ്ഞു, പെൺപിള്ളേരാണെങ്കിലും ആരെങ്കിലും വണ്ടിയൊക്കെ ആണെങ്കിലും മാറി ഒന്നും തരില്ലേ, ഇത് ഈറ്റ തെറിച്ച പിള്ളേരുണ്ടോന്ന്. അന്നേരം അത് പറഞ്ഞ് ഇവരെ പിള്ളേരെല്ലാവരും കൂടെ നിൽക്കുമ്പോഴാണ് ഈ എൻ്റെ മോളാന്ന് അറിഞ്ഞുകൊണ്ട് വന്ന് നിൽക്കുന്നത്. പിന്നെ ഒരുമാതിരി എല്ലാവർക്കും നമ്മൾ കൊച്ചിനെ മോനെ അത്ര നമ്മളങ്ങനെ എന്താ പറയാ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ജീവിതം ആയില്ല. അങ്ങനെയുള്ള ഒരു ജീവിതം ഇല്ലായിരുന്നു. പ്ലസ് 1 10ാം ക്ലാസ് വരെ നമുക്കും സാമ്പത്തികമായിട്ടുള്ള ആ ഒരു ഇതില് ഇപ്പോഴാണ് നമ്മളൊന്ന് ഇതായി വന്നത്. അന്നത്തേക്കും കൊച്ച് പോവുകയും ചെയ്തു. ഈ ഒരു അസുഖം വന്നതിന് ശേഷം ഹെൽനയുടെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ കാണാൻ വരികയൊക്കെ ചെയ്യുമായിരുന്നു. നമ്മള് രാവിലെ പപ്പ പണിക്ക് പോകും, ഞാൻ കടയിൽ പോകും. അവര് ബത്തരിന്ന് ടൗണിൽ നിന്ന് സാധനമൊക്കെ മേടിച്ചോണ്ടൊന്ന് ഇവിടെ വെച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച്, ഇനി അല്ലെങ്കിൽ വേറെ ആരെയും വീട്ടിലോ അവരെ തന്നെ അങ്ങനെ വീട്ടിലോ എല്ലാം അങ്ങനെ. ഇപ്പാണേലും പിള്ളേര് വിളിക്കുകയും എല്ലാവരും നല്ല ഇതായിട്ട്. ഇപ്പം നമുക്ക് ഇപ്പം എൽനേനെ ഒന്ന് കാണണം എന്ന് തോന്നിയാൽ എൽനേൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒരാളെ ടൗണിൽ വെച്ചോ അല്ലെ കടയിൽ വെച്ചോ എവിടെയെങ്കിലും എൽനേൻ്റെതായ ഒരു നമുക്കൊരു വേദന തോന്നിയാൽ മോക്ക് ഈ അസുഖമാണ്. അപ്പം നമുക്ക് അസുഖം നമ്മൾ അതുപോലെ കെയർ ചെയ്യണം. അതൊന്നും കൊച്ചിന് അത് വിഷയമല്ല. ഫ്രണ്ട്സിനെ മാറ്റി വെച്ചിട്ടുള്ള ഒന്നുമില്ല. പപ്പനെ മമ്മീനെ മാറ്റിയാലും അവരെന്ത് പറഞ്ഞു എവിടെയും പോകും. സുഖമില്ലെങ്കിലും പോകും. പോണ്ടെന്ന് പറഞ്ഞാലും കുറ്റം. പക്ഷെ നല്ല സപ്പോർട്ടും ആയിരുന്നു കേട്ടോ എല്ലാവരും. 10ാം ക്ലാസ് മുതലുള്ള നമ്മളിപ്പോഴും തിരുവനന്തപുരത്ത് വരെ വന്നു പിള്ളേർ കാണാൻ വേണ്ടിയിട്ട് അധികം അറിയപ്പോൾ. പിന്നെ അന്നേരം എല്ലാവരും അങ്ങോട്ട് വരിക ആദ്യം അങ്ങനെയാണല്ലോ ഒരു ഇത് വന്ന പിന്നെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. എവിടെയാണെങ്കിൽ എല്ലാവരും ഉണ്ടല്ലോ എന്നുള്ളതായിരുന്നു. മരിക്കുന്നതിൻ്റെ 2 ദിവസം മുന്നേ എല്ലാ ഫ്രണ്ട്സും വന്ന് ഒന്നിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച്, പിന്നെ എല്ലാവരും ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ ഇന്നത് വേണമല്ലേ ഇന്നതുപോലെ എന്നുള്ള അവരിതൊക്കെ പറയുമ്പോൾ ഭക്ഷണമൊക്കെ അവർ പുറമേ നിന്ന് കൊണ്ടുവരികയും കഴിക്കുകയും എല്ലാവരും നമുക്കൊന്ന് ഇപ്പോൾ കൊച്ചിൻ്റെതായ എന്തെങ്കിലും ഒരു വിഷമം വരുന്ന അവരെ ഫ്രണ്ട്സ് ആരെങ്കിലും അന്ന് പിറ്റേ ദിവസം കടയിലെത്തിയിരിക്കും. നമ്മൾ വിളിച്ചിട്ടല്ല, എന്നാലും നമുക്ക് ആ ഒരു ഇതിൽ അങ്ങനെ ബത്തേരി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കടയിൽ കയറി കാണാതെ പോയില്ല പിള്ളേര്. ഇപ്പം ഇത്രയും നേരം ഞങ്ങളുമായിട്ട് ഹെൽനയെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ പങ്കുവെച്ചു. സെപ്റ്റംബർ 20, 2023 ഹെൽന ഞങ്ങളെ എല്ലാം വിട്ടുപിരിഞ്ഞ് സ്വർഗത്തിലേക്ക് പോയി. അപ്പം വിത്ത് അറ്റ്മോസ്റ്റ് റെസ്പെക്റ്റ് ഇത്രയും നേരം ഞങ്ങളുമായിട്ട് സമയം പങ്കുവെച്ചതിനും ഹെൽനയെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെച്ചതിനും എല്ലാത്തിനും ഒരുപാട് നന്ദി.
മലനിരകൾ കയറിയിറങ്ങിയുള്ള ഈ സ്നേഹയാത്രയിൽ പഴേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട എൽനാമോൾ ജീവിച്ച ഈ വീടിൻ്റെ അകത്ത് ഈ രാത്രി വന്ന് നിൽക്കുമ്പം സത്യം പറഞ്ഞാൽ അവരുടെ വലിയ സാന്നിധ്യം ഇവിടെ മുഴുവനും ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് ഞങ്ങളും അനുഭവിക്കുകയാണ്. ജീവിതത്തിൽ ചില ദിവസങ്ങൾ മറക്കില്ല. ചില ആളുകൾ പറഞ്ഞിട്ടുള്ള വാക്കുകൾ നമ്മൾ മറക്കുകയില്ല. 2023 എൽനാമോൾ പറഞ്ഞിട്ടുള്ള ചില കൊച്ചു കൊച്ചു വാക്യങ്ങൾ ഈ സമയത്ത് ഹൃദയത്തിലൂടെ വീണ്ടും കടന്നു വരികയാണ്. എൻ്റെ വേദനകളിൽ പപ്പായും മമ്മയും കരയരുത്. എനിക്ക് മരിക്കുന്നതിന് മുമ്പ് ഈശോയുടെ ദിവ്യകാരുണ്യ പ്രദക്ഷിണം അടുത്തിരുന്നൊന്ന് കൂടണം. എന്നെ പാലിയം ഇന്ത്യ എന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെൻ്ററിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് എനിക്ക് ലൂർദ് മാതാ കെയറിൽ ഒരു 3-4 ദിവസം കൂടിയെങ്കിലും കഴിയണം. ലൂർദ് മാതാ കെയറിനോട് ചേർന്ന് ജീവിച്ച ഓരോ ദിവസവും ഓർമ്മയിലേക്ക് വരുമ്പോൾ എൽനാമോളുടെ ഈ വാക്കുകൾ ഞങ്ങൾക്കൊരിക്കലും മറക്കാനാവില്ല. സെപ്റ്റംബർ 27 കത്തോലിക്ക സഭയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. അത് പുണ്യങ്ങളുടെ, ദരിദ്രർക്ക് അഭയമാകുന്ന ഒരു മഹാവിശുദ്ധൻ്റെ തിരുനാൾ ദിനമാണ്. വിശുദ്ധ വിൻസെൻ്റ് ഡി പോളിൻ്റെ. ആ ദിവസം ഞങ്ങൾ ഓർമ്മിക്കുന്നത് ഞങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ ദൈവം എടുത്ത് ഉപകരണങ്ങളാക്കിക്കൊണ്ടിരിക്കുന്ന ഉപവിപ്രവൃത്തികളെക്കുറിച്ചല്ല. എന്നെ സംബന്ധിച്ച് ആ സെപ്റ്റംബർ 27 ഞങ്ങളുടെ എൽനാമോളുടെ മരണ ദിവസമാണ്. ആ മരണ ദിവസം ഞങ്ങൾ ഓർക്കുന്നത് അവൾ ചെയ്ത ഉപവിപ്രവൃത്തികളേക്കാൾ അധികമായി. അവളെ ശുശ്രൂഷിക്കുമ്പോഴും ലൂർദ് മാതാ കെയറുള്ള രോഗികളെയും അവരുടെ ബന്ധുക്കളെയും അവിടുത്തെ ശുശ്രൂഷകളിൽ പരമാവധി ആകുന്ന ഒരപ്പനെ അമ്മയും ഞങ്ങൾ ഓർക്കുന്നുണ്ട്. എത്രമാത്രം അവിടെയുള്ള പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ഏതെല്ലാം സഹായങ്ങൾ ചെയ്തു കൊടുക്കാമോ അത് മുഴുവനും ചെയ്തു കൊടുക്കുന്ന റജിയും അതുപോലെ ജെസ്സിയും. പക്ഷെ തൻ്റെ മകളുടെ ശുശ്രൂഷകളിൽ ഒരു നെല്ലിട വ്യത്യാസം പോലും വരാതെ അത്രയും ശ്രദ്ധിക്കുന്ന ഒരു പപ്പായും മമ്മിയും. അവൾ സ്വർഗകിരീടം ചാർത്തപ്പെട്ടിട്ടുണ്ട്. നിശ്ചയമായും വിശുദ്ധ വിൻസെൻ്റ് ഡി പോളിൻ്റെ മധ്യസ്ഥ സഹായത്തിൽ വിൻസെൻ്റ് ഡി പോളിനോടൊപ്പം അവളും സ്വർഗത്തിലുണ്ട് എന്ന് വിശ്വസിക്കണം. പ്രിയപ്പെട്ട ജെസ്സിയോടും പ്രിയപ്പെട്ട റജിയോടും ദൈവം നിങ്ങളെ സമാശ്വസിപ്പിക്കട്ടെ. ഒരു സാഹിത്യകാരൻ പറയുന്നത് പോലെ, എൻ്റെ മകനെ 28 വയസ്സുള്ള എൻ്റെ മകനെ നീ എടുത്തു, പക്ഷേ എനിക്ക് മകൻ്റെ ആവശ്യം വരുമ്പോൾ എനിക്ക് വേണ്ട സമയത്തൊക്കെ മകനെ തരണം എന്നൊരു ശാഠ്യം ഒരു ലിഖിത രൂപത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. നിങ്ങളുടെ വേദനകളെ അതിനൊരു അറ്റത്ത് പോലും എത്തി നിൽക്കാൻ എനിക്കാവില്ല, അല്ലെങ്കിൽ ഞാൻ അതിന് അയോഗ്യനാണ്, അതിന് എൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. എങ്കിലും ഒരു മകളുടെ സാന്നിധ്യം നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ദൈവം നിങ്ങൾക്ക് വേണ്ടുന്നതൊക്കെ വേണ്ട സമയത്ത് ചെയ്ത് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്കൊരു കുറവും വരികയില്ല. ദൈവം കൂടെയുണ്ട്, ഞങ്ങളും.